മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ ഏപ്രിൽ 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് തീരുമാനം. MG മിഥുന്റെ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 7 ദിവസമായി കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും തന്നെ പൂർണ്ണമായും നിസ്സഹകരിക്കുകയായിരുന്നു ഈ ഒരു ചോദ്യം ചെയ്യലിൽ. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാത്ത ഒരു പശ്ചാത്തലമുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ ഐഫോണിന്റെ പാസ്വേഡ് അടക്കം ലഭ്യമാക്കേണ്ടതുണ്ട്. അത് അരവിന്ദ് കെജ്രിവാൾ നൽകുന്നില്ല എന്ന് നേരത്തെ ED ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ ആപ്പിൾ കമ്പനിയുമായി ബന്ധപ്പെട്ട ഈ ഐഫോണിന്റെ പാസ്വേഡ് ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രതിപട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ ഐഫോണിൽ നിന്നും ഒപ്പം തന്നെ ഈ മറ്റ് ആളുകൾ ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അന്ന് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടണമെന്നുള്ള ആവശ്യമാണ് ED മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. നിലവിൽ ഏപ്രിൽ 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വിടുകയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിവരങ്ങൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ അത് പരിഗണിക്കണമെന്നുള്ള ആവശ്യം കൂടി ED മുന്നോട്ട് വെച്ചിട്ടുണ്ട്. EDക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ഇത് സംബന്ധിച്ച കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച ഒരു കനത്ത തിരിച്ചടി തന്നെയാണ്. അദ്ദേഹം തിഹാർ ജയിലിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷമായി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കം തിഹാർ ജയിലിൽ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഈ അറസ്റ്റും ഒപ്പം തന്നെ ജാമ്യവും അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ പരിഗണനയിലേക്ക് വരികയും ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു അനുകൂല നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എങ്കിൽ ഒരു ദീർഘകാലത്തേക്ക് കൂടി, ഒരു അനിശ്ചിതകാലത്തേക്ക് കൂടി ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കഴിയേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ CBI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഈ കേസിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു വിവരം നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ അവിടെ നിന്നൊരു അനുകൂല നിലപാടുണ്ടായില്ല എങ്കിൽ അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യം.